നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മതാധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള ഇടതുപക്ഷ സർക്കാർ നീക്കത്തിനെതിരെ കത്തോലിക്ക സഭയും KCBC-യും ഇത് സംബന്ധിച്ച് KCBC അവരുടെ നിലപാട് സർക്കാരിനെ അറിയിച്ചു. മതാധ്യാപകർക്ക് അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് KCBC സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. മതപഠനം അല്ലെങ്കിൽ വേദപാഠം എന്നുള്ളത് സഭകളുടെ മതങ്ങളുടെ തീർത്തും സ്വകാര്യമായ ഒരു കാര്യമാണെന്നും അതിനായി സർക്കാരിന്റെ ഫണ്ട് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ പണം ചിലവഴിക്കേണ്ട കാര്യമില്ലെന്നുമാണ് സഭ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇന്നലെ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ഇത്തരം പൊതുപ്പണം ഉപയോഗിക്കുമ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകരാകാൻ ആളുകളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുമെന്നും അപ്പോൾ യോഗ്യതയുള്ളവർ പുറകോട്ട് പോകുമെന്നും അനർഹരായ ആളുകൾ ഈ ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി മതപഠന മേഖലകളിലേക്ക് കടന്നു വരുമെന്നും സഭ ആശങ്കപ്പെടുന്നു. അതിനാൽ യോഗ്യതയുള്ളവർ മാത്രം മതപഠനത്തിന് എത്തിയാൽ മതി, അല്ലെ മതം പഠിപ്പിക്കാൻ വന്നാൽ മതി. അങ്ങനെയുള്ള ആ കാര്യം സഭകളുടെ സ്വകാര്യമായ ഒരു ഇടപാട് മാത്രമാണ്. അതിനായി സർക്കാർ പണം ചിലവഴിക്കുന്നത് ഭൂഷണമല്ല എന്ന നിലപാടാണ് KCBC-ക്ക് ഉള്ളത് എന്നാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ഒക്കെ പറയുന്നത്. കത്തോലിക്ക സഭ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് ഇതാദ്യമല്ല. പണ്ട് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ക്രൈസ്തവർക്ക് സംവരണം വേണോ എന്നൊരു ചോദ്യത്തിന് ഇതേ നിലപാടായിരുന്നു അന്നത്തെ മെത്രാൻ സമിതി സ്വീകരിച്ചത്. കത്തോലിക്കർക്ക് പിന്നോക്ക സംവരണം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സംവരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട എന്നൊരു നിലപാടായിരുന്നു അന്നും കേരളത്തിലെ കത്തോലിക്ക സഭ സ്വീകരിച്ചിരുന്നത്. ഈ നിലപാടെടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയും ശബരിമല പ്രശ്നവും ഒക്കെ കണക്കിലെടുത്തതായിരിക്കാം കത്തോലിക്ക സഭ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. കുറച്ച് നാളുകളായി ചർച്ച് ആക്ട് നിലവിൽ വരണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന കുറെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും സഭയുടെ മറ്റു ശത്രുക്കളുടെ വിമതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നത് സഭയിലെ ആളുകളും അല്ലാത്തവരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മത അധ്യാപകരുടെ കാര്യത്തിൽ സർക്കാർ പണം സ്വീകരിച്ചാൽ, അവരുടെ ക്ഷേമനിധിക്ക് വേണ്ടി സർക്കാരിന്റെ പണം ഉപയോഗിച്ചാൽ ഭാവിയിൽ അതിന്റെ പേരിൽ സർക്കാർ സഭയുടെ സ്വത്തുക്കളും അധികാരവും ഒക്കെ പിടിച്ചെടുത്തേക്കാം എന്നുള്ളൊരു ദീർഘവീക്ഷണമുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സഭ സ്വീകരിച്ചത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ കാര്യം. സർക്കാർ ഈ നാട്ടിലെ ക്ഷേത്രങ്ങളുടെയൊക്കെ കണക്കും സമ്പത്തും സ്വത്തുമെല്ലാം ദേവസ്വം ബോർഡിന്റെ കീഴിലാക്കി. ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അതത് കാലത്തെ സർക്കാരിന്റെ നോമിനികളാണ്. നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ഈ വലിയ കൊള്ള, ശബരിമലയിൽ ശാസ്താവിന്റെ വിഗ്രഹം പോലും അത് ഒറിജിനൽ സ്വർണമാണോ അത് ഒറിജിനൽ ആണോ എന്ന് നമുക്കറിയാൻ പാടില്ല. സാക്ഷാൽ ശാസ്താവിനും അതെടുത്തവർക്കും മാത്രമേ അവിടെ എന്താ സംഭവിച്ചത് എന്ന് നിലവിലെ അവസ്ഥയിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അതേ ഒരു അവസ്ഥ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി ഈ ഒരു നിലപാട് സ്വീകരിച്ചത്. നമുക്കറിയാം ഇന്ന് കേരളം ഭരിക്കുന്നത് ഇടതുമുന്നണിയും CPM-ഉമാണ്. എല്ലാ കാലത്തും ഇവരുടെ നിലപാടുകൾ, CPM-ന്റെ നിലപാടുകൾ സഭാവിരുദ്ധമാണ്. മതങ്ങൾക്കെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. മതം മനുഷ്യനെ വഹിക്കുന്ന കറുപ്പാണ് എന്നാണ് ഇവരുടെ തലതൊട്ടപ്പനായ മാർക്സും എംഗൽസും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ആളുകളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവരുടെ കമ്മ്യൂണിസ്റ്റ് കുത്തകയായ ചൈനയിലെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച്. അവിടെ മതങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല. ചുരുക്കം ചില സർക്കാരിന് വിധേയമായി പ്രവർത്തിക്കുന്ന മതസംഘടനകൾക്ക് മാത്രമാണ് അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളത്. ഇപ്പൊ കത്തോലിക്ക സഭയുടെ കാര്യം എടുത്താല് ചൈനയിൽ 2 തരം ക്രിസ്ത്യാനികളുണ്ട്. സർക്കാരിന്റെ അംഗീകാരമുള്ള ക്രിസ്ത്യാനികളും സർക്കാരിന്റെ അംഗീകാരമില്ലാത്ത ക്രിസ്ത്യാനികളും. സർക്കാരിന്റെ അംഗീകാരമില്ലാത്ത ക്രിസ്ത്യാനികൾ വളരെ രഹസ്യമായി ഭൂമിക്ക് അടിയിലൊക്കെയാണ് അവരുടെ ആരാധന നടത്തുന്നത്. അവർ പരസ്യമായൊന്നും പുറത്തിറങ്ങി നടക്കാനൊന്നും അവർക്ക് കഴിയില്ല. സർക്കാരിന്റെ അംഗീകാരമുള്ള ക്രൈസ്തവർ എന്ന് പറയുന്നത് അതിൽ അവർക്ക് റോമിന്റെ അംഗീകാരമില്ല. അവിടുത്തെ മെത്രാനും അച്ഛനും ഒക്കെ ആരാകണം, ആരൊക്കെ ആകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചൈനയിലെ സർക്കാരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. റോമിന്റെ അംഗീകാരം അവർക്കുണ്ടായിരിക്കത്തില്ല. റോമിന്റെ അംഗീകാരമുള്ള മെത്രാന്മാരും വൈദികരും ഒക്കെ ചൈനയിലുണ്ട്. പക്ഷെ അവർ പ്രവർത്തിക്കുന്നത് രഹസ്യമായിട്ടാണ്. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അവരെ വെളിയിൽ കണ്ടാല് ഇവരെ തുറങ്കിലടയ്ക്കും. പിന്നെ ജീവിതകാലം അവർക്ക് പുറത്തു വരാൻ കഴിയില്ല. അങ്ങനെയൊക്കെയാണ് ചൈനയിലെ അവസ്ഥ. ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ മതസംഘടനകൾക്ക് അല്ലെ മതങ്ങൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി ഈ JB കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ മതാധ്യാപകർക്കുള്ള ക്ഷേമനിധി, അതായത് മുസ്ലിം മദ്രസകളിൽ അവിടുത്തെ അധ്യാപകർക്ക് ഇപ്പോഴത്തെ സർക്കാർ കൊടുത്തിരിക്കുന്ന
ആ ക്ഷേമനിധി പോലെ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ മത അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള നീക്കത്തോട് കത്തോലിക്ക മെത്രാൻ സമിതി വിമുഖതയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം JB കമ്മീഷൻ റിപ്പോർട്ട്, അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന് റിപ്പോർട്ട് ജസ്റ്റിസ് JB കോശി സർക്കാരിന് സമർപ്പിച്ചിരുന്നതാണ്. അത് ഇന്ന് വരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതിനു മുൻപ് ഇങ്ങനെ ഒരു കമ്മീഷനെ സംസ്ഥാന സർക്കാരും അതിനു മുമ്പ് കേന്ദ്ര സർക്കാരും മുസ്ലിം ജനങ്ങളുടെ, ഈ നാട്ടിലെ മുസ്ലിംസിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചായിരുന്നു. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കമ്മീഷനായിരുന്നു സച്ചാർ കമ്മീഷൻ. അതുപോലെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കമ്മീഷനായിരുന്നു പാലൊടി കമ്മീഷൻ. ഈ രണ്ട് കമ്മീഷനുകളും അവരുടെ പഠനങ്ങളൊക്കെ നടത്തി അവരുടെ റിപ്പോർട്ട് യഥാക്രമം സർക്കാരുകൾക്ക് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടുകൾ പുള്ളി തെറ്റാതെ കേരളത്തിലും കേന്ദ്രത്തിലും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. അതിൻ പ്രകാരമാണ് കേരളത്തിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മത അധ്യാപകർക്ക് ക്ഷേമനിധിയും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ വിതരണം ചെയ്യാൻ തുടങ്ങിയത്. ആ മാതൃകയിൽ കേരളത്തിലെ ക്രൈസ്തവരായ മത അധ്യാപകർക്കും ഈ ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ തുടങ്ങിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് KCBC-യും ചങ്ങനാശ്ശേരി ബിഷപ്പും ഒക്കെ എതിർപ്പ് ഉന്നയിച്ചിട്ടുള്ളത്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് പറയുന്നത് കത്തോലിക്ക സഭയുടെ മാത്രമല്ല കേരളത്തിലെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളും ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നാണ്. അപ്പോ ഇത് മാത്രമല്ല കത്തോലിക്ക സഭയുടെ പ്രശ്നം. ഈ JB കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് ജസ്റ്റിസ് JB കോശിക്കും സംസ്ഥാന സർക്കാരിനും മാത്രമേ അറിയാവുള്ളൂ. ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളും ഇന്ന് വരെ ഈ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇത് മറ്റാരെയൊക്കെയോ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാല് മറ്റ് സർക്കാരിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മറ്റ് മതസമൂഹങ്ങൾ എതിരാകുമെന്നുള്ളൊക്കെ ഭയപ്പാടിന് മേലായിരിക്കാം ഈ ഇടതുപക്ഷ സർക്കാർ ഈ JB കമ്മീഷൻ റിപ്പോർട്ടിനെ ഇതുവരെ പുറത്തുവിടാത്തത്. എന്തായാലും സർക്കാരിന്റെ ഭാഷ്യം ഈ JB കമ്മീഷൻ റിപ്പോർട്ടിലെ 32ഓളം ശുപാർശകൾ ഇതിനകം നടപ്പാക്കി കഴിഞ്ഞുവെന്നാണ്. അതിലൊരു പ്രധാന ശുപാർശയായിരുന്നു കത്തോലിക്ക മതാധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക എന്നുള്ളത്. അതിനെതിരെ കത്തോലിക്ക സഭ ഇപ്പോൾ മുഖം തിരിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല കത്തോലിക്ക സഭയെ ഈ സർക്കാരിന് അനഭിമിതമാക്കുന്നത്. നമുക്കറിയാം എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും വർഷങ്ങളായിട്ട് കത്തോലിക്ക സഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ്. ഇതുവരെ സർക്കാർ അതിലൊരു അനുകൂല നിലപാട് എടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്താൽ നമുക്കറിയാം ഈ കത്തോലിക്ക സഭയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ഇടതു മുന്നണിക്കും എല്ലാം ഈ മധ്യ തിരുവിതാംകൂറില്, തൃശ്ശൂരിലെ കത്തോലിക്ക ഭൂരിപക്ഷ മേഖലകളില്, എറണാകുളത്ത്, അതുപോലെ മലബാറിലെ കത്തോലിക്ക ഭൂരിപക്ഷ മേഖലകളിൽ ഇവിടെയെല്ലാം ഇടതു മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ്. പൊതുവെ ഈ കത്തോലിക്കൽ എന്ന് പറയുന്നത് ഇടതു മുന്നണിയെ അത്ര താല്പര്യമുള്ളവരല്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അവര് ആ സാഹചര്യങ്ങളുടെ അനുസരിച്ച് ഇടതു മുന്നണിക്കൊക്കെ വോട്ട് ചെയ്തിട്ട്. പൊതുവെ പറഞ്ഞാൽ അവരൊരു വലതുപക്ഷ മനസ്സുള്ളവരാണ്. അപ്പൊ ആ ഒരു നിലപാടിലാണ് കത്തോലിക്ക സഭ ഈ JB കമ്മീഷൻ റിപ്പോർട്ടിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും മതാധ്യാപകർക്ക് സർക്കാരിന്റെ ചെലവിൽ മതം വളർത്താനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ആ ശ്രമങ്ങൾക്ക് കത്തോലിക്ക സഭ തന്നെ തടയിട്ടിരിക്കുകയാണ്. നല്ലൊരു തീരുമാനം, നമുക്ക് കൈയടിക്കാം ആ തീരുമാനം.